ഇന്ന് ആരെങ്കിലും പുറത്താകുമോ, ഔട്ടാകുമോ, അതോ നോ എവിക്ഷൻ ആണോ? രതീഷ് അവിടെ ഗസ്റ്റ് ആണോ, അതോ ഇനി കണ്ടസ്റ്റന്റ് ആയിരിക്കുമോ, അതോ രതീഷിനെ പുറത്തേക്ക് വിട്ടോ? ഇന്നത്തെ പ്രൊമോയ്ക്കകത്ത് മോഷണങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ലാലേട്ടൻ പറയാണ് മോഷണങ്ങളൊക്കെ ഈ പൂർവാധിക ശക്തിയായിട്ട് കണ്ടിന്യൂ ചെയ്തോളാൻ. അപ്പൊ അങ്ങനെയല്ല കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്. നിലവിൽ അവിടെ എന്താണ് നടക്കുന്നത്? നല്ലൊരു ഗെയിമേഴ്സ് ഉണ്ടോ? നല്ല ഒരു എതിരായിട്ടുള്ള ആൾക്കാരുണ്ടോ? നെഗറ്റീവ് ഗെയിമേഴ്സ് ഉണ്ടോ? പോസിറ്റീവ് ഗെയിമേഴ്സ് ഉണ്ടോ? ശരിക്കും പറഞ്ഞാൽ സീസൺ 5 പോലെ ആകാനുള്ള പരിപാടിയാണോ? നമുക്ക് നോക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് എവിക്ഷന്റെ കാര്യം പറയാം. എവിക്ഷൻ എന്ന് പറഞ്ഞാൽ വോട്ടിങ്ങിൽ വന്ന ആൾക്കാർ പുറത്താവുന്നതാണ്. അപ്പോൾ ഇതുവരെ വേറെ ഒരു പേരും നമ്മൾ കേട്ടിട്ടില്ല എവിക്റ്റ് ആയവർ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നോ എവിക്ഷൻ തന്നെയാണ് അല്ലേ? പക്ഷെ ഒരു പ്രൊമോ വന്നായിരുന്നു അല്ലേ? എല്ലാവരും കൂടെ നിരന്ന് നിന്നിട്ട്, ബാക്കിയുള്ള 5 പേര് നിരന്ന് നിന്നിട്ട് ഒരു ക്യൂ കാർഡ് എടുത്തിട്ട് ഇങ്ങനെ കാണിക്കുന്നത് അല്ലേ? അതിനകത്ത് ലാലേട്ടൻ പറയുന്നുണ്ട് എൻ്റെ അടുത്തേക്ക് വരാം എന്നുള്ളത്. അത് എനിക്ക് തോന്നുന്നു രതീഷിനെ തന്നെ ആയിരിക്കാം. പുതിയ പ്രൊമോയ്ക്കകത്ത് രതീഷ് ഇല്ല, ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം. പുതിയ പ്രൊമോയിൽ രതീഷ് ഇല്ല. രതീഷ് അവിടെ ഗസ്റ്റ് ആയിരുന്നു. അപ്പോൾ രതീഷ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ അവരവിടെ നിർത്തും, ചിലപ്പോൾ അവിടെ നിർത്തത്തില്ല. പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഹോട്ട്സ്റ്റാറിലും പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും പോൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ ഒരുപാട് പേര്, എനിക്ക് അതിനകത്ത് പോളിൻ്റെ റിസൾട്ട് അറിയില്ല, ബട്ട് എൻ്റെ പോളിൽ 70 എത്രയോ ശതമാനം പേര് വരണം എന്നാണ് പറഞ്ഞേക്കുന്നത്. രതീഷിനെ എന്താണ് ഗെയിമർ ആക്കണമെന്ന്. അപ്പോൾ പക്ഷേ അങ്ങനെ ആക്കിയിട്ടില്ല. രതീഷിലേക്ക് പുറത്തേക്ക് പറഞ്ഞു വിട്ടതായിട്ടാണ് എനിക്ക് തോന്നുന്ന കാര്യം. പുതിയ പ്രൊമോയിലും രതീഷ് ഇല്ല. രതീഷ് ഗസ്റ്റായിരുന്നു. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു, അപ്പോൾ പുതിയ പ്രൊമോയിൽ രതീഷ് ഇല്ല. അപ്പോൾ രതീഷിനെ അവർ അവിടെ നിന്ന് മാറ്റി. അപ്പോൾ രതീഷ് നമ്മൾ എവിക്റ്റായെന്ന് പറയാൻ പറ്റില്ല, കാര്യം പുള്ളിക്കാരൻ നോമിനേഷനിൽ ഇല്ലായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പോൾ രതീഷിനെ പുറത്തേക്ക് കൊണ്ടുവന്നു എന്നേ പറയാൻ പറ്റുള്ളൂ, എവിക്റ്റഡ് ആയി എന്ന് പറയാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ ഇന്ന് നോ എവിക്ഷനാണ്. ആകെ കൂടെ ഗബ്രി മാത്രമേ എവിക്റ്റഡ് ആയിട്ടുള്ളൂ. ബാക്കി എല്ലാവരും അവിടെ തന്നെയുണ്ട്, ഒരു മാറ്റവും ഇല്ല. അപ്പം നാളെ ചലഞ്ചേഴ്സ് കയറും. ചിലപ്പോൾ ഇന്ന് രാത്രി കയറിയിട്ടുണ്ടാകും, ചിലപ്പോൾ നാളെ വൈകുന്നേരം ലൈവിൽ കാണാം, അല്ലെങ്കിൽ മറ്റന്നാൾ. ഇന്നത്തെ പ്രൊമോ അനുസരിച്ചിരിക്കും നാളത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ ഇന്നത്തെ പുതിയ പ്രൊമോ വന്നേക്കുന്നത് മോഷണങ്ങളെ കുറിച്ച് ലാലേട്ടൻ പറയുന്നതാണ്. അവിടെ നല്ല രീതിയിൽ മോഷണം നടക്കുന്നുണ്ട്. അപ്പോൾ അഭിഷേക് ചെറുതായിട്ട് അപ്പോൾ പവർ ടീമിൽ സഹായിക്കുന്നുണ്ടല്ലേ, പവർ ടീം. അപ്പോൾ ഇതേപോലെ തന്നെ പവർ ടീമിൽ നിന്ന് അന്ന് റസ്മിൻ എടുത്തുകൊണ്ട് പോയിട്ട് നോറയ്ക്ക് കൊടുത്തതാണ് ഭയങ്കര പ്രശ്നമായത്. പക്ഷേ അന്ന് പുള്ളിക്കാരിക്ക് ജയിൽ ശിക്ഷ വരെ, ജയിലല്ലല്ലോ, ജയിൽ നോമിനേഷനോ എന്തൊക്കെയോ കിട്ടിയായിരുന്നു. പക്ഷേ ഇന്ന് ഈ മോഷണൽ ലാലേട്ടൻ പോസിറ്റീവായിട്ടാണ് പറയുന്നത്. അപ്പോൾ ശ്രീരേഖ പറഞ്ഞ് ഇങ്ങനെ ചൂണ്ടിക്കാണിക്കണം നന്ദനെയൊക്കെയാണ് സഹായിക്കുന്നതെന്ന്. പവർ ടീമിലെ ആൾക്കാർ തന്നെയാണ് മോഷണത്തിന് സഹായിക്കുന്നത്. അപ്പോൾ അർജുൻ പവർ റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അറിയാതെ ചെയ്തു പോകുന്നതാണെന്നൊക്കെ അർജുൻ പറയുന്നത്. അപ്പോൾ നോറ ഞാനൊരു തേങ്ങ എടുത്തു, എന്തുവാടേ? അപ്പോൾ ഒരു ഫുൾ തേങ്ങ എടുത്തല്ലേ എന്ന് ലാലേട്ടൻ ചോദിക്കാം. അപ്പോൾ ശരണ്യ കരണ്ട് തിന്നുന്നെന്ന് പറഞ്ഞു. തേങ്ങ പൂർവാധികം ശക്തിയായ മോഷണങ്ങൾ നടക്കട്ടെ എന്നൊക്കെ ലാലേട്ടൻ പറയുന്നുണ്ട്. സത്യമായിട്ടും ഞാൻ പറഞ്ഞ ബിഗ് ബോസിൻ്റെ ഗെയിം എങ്ങോട്ടാണ് പോകുന്നത്? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അത് എങ്ങോട്ടേക്കാണ് പോകുന്നത്? ഒന്നുമില്ല. കണ്ടന്റ് മേക്കേഴ്സ് ആയിട്ട് 2 പേരുണ്ട്, 2-3 പേരുണ്ടാവും. അല്ലാതെ ഗെയിമേഴ്സ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ ചോദിച്ചത്. ഗെയിം അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള, ഇപ്പം ഇന്നലെ ഗബ്രി പുറത്തേക്ക് പോയി, ഒരു വില്ലനാണ് പുറത്തേക്ക് പോയി. അല്ലെങ്കിൽ ഗെയിം ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു വില്ലൻ, അതിന് എഗൻസ്റ്റ് ആയിട്ട് നിന്ന് കളിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മുന്നേറാം. പക്ഷെ അങ്ങനെ ഇനി അവിടെ ആരെങ്കിലും ഉണ്ടോ അയാൾക്ക് എഗൻസ്റ്റ് ആയിട്ട് കളിച്ച് കഴിഞ്ഞാൽ നമുക്ക് മുന്നേറാൻ പറ്റുന്നത്? സത്യം പറഞ്ഞാൽ ആരുമില്ല. കുറച്ച് കണ്ടന്റ് ഉണ്ടാക്കാനും, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യം കാണിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നിലവിളിക്കാനും, പിന്നെ കുറച്ചിങ്ങനെ ഭയങ്കര വീരവാദം പറയാനും, അല്ലാണ്ട് അവിടെ ആരാ ഉള്ളത്? ആരുമില്ല. നല്ല നല്ല ഗെയിമേഴ്സൊക്കെ പുറത്തായി, ആരുമില്ല അവിടെ അകത്ത്. ഇനിയിപ്പോൾ റീ എൻട്രി ഒന്നും നടക്കത്തില്ല, അല്ലെങ്കിൽ റീ എൻട്രിയോ അല്ലെങ്കിൽ വൈൽഡ് കാർഡൊന്നും എനിക്കറിയില്ല ഉണ്ടാവുമെന്ന്. ഒന്നുമില്ല ചുരുക്കം പറഞ്ഞാൽ. അപ്പോൾ എനിക്ക് സീസൺ 5 പോലെ ഫീൽ ചെയ്യും. അങ്ങനെ ആവുമെന്ന് എനിക്കറിയില്ല. സീസൺ 5ൻ്റെ അവസ്ഥ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ഒന്നുമില്ല. പക്ഷെ അതിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ ഒരാളെ തന്നെ ജയിപ്പിച്ച അവസ്ഥയാണ്. ഇവിടെ പിന്നെ അങ്ങനെയൊന്നുമില്ല, വിട്ടൊന്നും കൊടുക്കുന്നില്ല, പക്ഷേ ഒന്നുമില്ല, ആ അവസ്ഥയാണ്. ഇവർ വിട്ടൊന്നും കൊടുക്കുന്നില്ല പരസ്പരം. അങ്ങനെ നിങ്ങൾ തന്നെ ജയിച്ചോ എന്നൊന്നും അത്രയ്ക്കും വലിയ ഫസ്റ്റ് കണ്ടീഷൻ വന്നിട്ടില്ല. നിങ്ങൾ തന്നെ ജയിച്ചോ, അല്ലെങ്കിൽ അയാൾക്കെതിരെ കളിക്കാതിരിക്കുക, അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഇവർക്ക് ഇവിടെ ഒന്നുമില്ല. വേറൊരു കണ്ടന്റ് ഇല്ലാത്തതാണോ, ഒന്നും ഇല്ലാത്തതാണോ, ഒരു ഗെയിം കൊണ്ടുപോകുന്ന ആൾക്കാരില്ല. ഒരു ജിൻഡോയുണ്ട് കണ്ടന്റ് കൊടുക്കണേ, ഒരു ജാസ്മിനുണ്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ച് ഉറക്കെ പറയും, അപ്പോൾ എല്ലാവരും പറയും സ്ട്രോങ് ആണെന്ന്. പിന്നെ ആരാ ഉള്ള? ഒരു സിജോ ഉണ്ട്, ഇങ്ങനെ ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും. പിന്നെ നോറയുണ്ട്, എന്തിനും ഏതിനും ശബ്ദം ഉണ്ടാക്കുന്ന നോറ. പിന്നെ എന്താണുള്ളത്? ഋഷി ആണ് അടുത്ത ആഴ്ചത്തെ ക്യാപ്റ്റൻ. പുള്ളിക്കാരനാണെങ്കിൽ എല്ലാം 1 മിനിറ്റ് അയാളുടെ മുന്നിൽ ആരെങ്കിലും സംസാരിച്ച് കഴിഞ്ഞാൽ അയാൾ പറയുന്ന കേൾക്കും. പിന്നെ ഉള്ളത് എന്തൊക്കെയാണ്? ശ്രീരേഖ, ശരണ്യ, റസ്മിൻ. എനിക്ക് മനസ്സിലാവുന്നില്ല ഇതിൽ ആരെയാണ് നിങ്ങൾ
ഒരു സ്ട്രോങ് ഗെയിമറായിട്ടും ഒരു സ്ട്രോങ് എൻ്റർടൈനറായിട്ടും കാണുന്നത്? ഒന്നുമില്ല പറയാൻ. എല്ലാം ഏകദേശം ഒരുപോലെ ഉണ്ട്. എല്ലാവരെയും കൂടെ ഒന്നിച്ച് ടോപ്പ് 5 കയറ്റിയാലും കുഴപ്പമൊന്നുമില്ല, സത്യം. ഇനി ബാക്കിയുള്ള 16 പേരോ 17 പേരാ ഇവർ ഒന്നിച്ചങ്ങ് ടോപ്പ് 5 കയറ്റിയാലും എനിക്ക് പ്രശ്നമൊന്നും. കാര്യം എല്ലാം ഒരേപോലെ ഉണ്ട്, എല്ലാവരും ഒരേപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. കാര്യം ഇതിനെ എതിർത്ത് കളിക്കാനോ എതിർത്ത് നിൽക്കാനോ ഉള്ള ആൾക്കാരില്ല. ഈ ചലഞ്ചേഴ്സ് കയറി കഴിഞ്ഞാൽ എനിക്കറിയില്ല വലിയ മാറ്റം ഉണ്ടാകുന്നു, പക്ഷെ അവർ എൻ്റർടൈൻ ചെയ്തിട്ട് അവർ പോകും, അത്രയേ ഉള്ളൂ. നമുക്ക് നോക്കാം എന്തൊക്കെ നടക്കും എന്നുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും നിങ്ങളുടെ ഇതിനകത്തുള്ള ഈ കളിയുടെ ഗതി ഒന്ന് നിങ്ങൾ പറഞ്ഞു തരണേ കമൻറ്റ് ബോക്സിൽ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾ ആരാണ്? അവർ ഈ കളി കൊണ്ടുപോകുന്നുണ്ടോ? അവർ കളിക്കുന്നുണ്ടോ? അവരാർക്കെങ്കിലും എതിരാളികളാണോ? അവർ ഈ കളി ട്വിസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഇതൊക്കെ ഒന്ന് പറഞ്ഞു തരണം. അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.